നമുക്കിപ്പോൾ ഗൂഗിൾ പേ, ക്രെഡിറ്റ് അങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും സൗജന്യമായിട്ട് ക്രെഡിറ്റ് സ്കോറും റിപ്പോർട്ടും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മളങ്ങനെ നമ്മുടെ റിപ്പോർട്ടും സ്കോറും ചെക്ക് ചെയ്യുന്ന സമയത്ത് പല പ്ലാറ്റ്ഫോംസിലും നമുക്ക് ഡിഫറെൻറ്റ് സ്കോറും റിപ്പോർട്ട് ഡാറ്റയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ റീസണെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക, അതിൻ്റെ റീസൺ അറിഞ്ഞിരിക്കുക. അപ്പോൾ പലർക്കും തോന്നുന്നൊരു കാര്യമാണ് നമുക്ക് സിബിലിൻ്റെ നമുക്കൊരു പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമല്ലോ, വർഷം 1200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ കിട്ടും. അങ്ങനെ സിബിലിൻ്റെ ഒരു പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും തന്നെ കിട്ടുമല്ലോ എന്ന് കരുതി പോയിട്ട് പെയ്ഡ് പ്ലാൻ എടുക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും ഈ ഒരു സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരം നോ എന്നാണ്. 90% ആളുകൾക്കും സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആർക്കൊക്കെയാണ് സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ട ആവശ്യകതയുള്ളത്, ആർക്കൊക്കെയാണ് വേണ്ടാത്തത്, അതുപോലെ തന്നെ ഈ ഒരു പെയ്ഡ് പ്ലാൻ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് സ്കോർ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആദ്യം പറഞ്ഞ പോലെ പല പ്ലാറ്റ്ഫോംസിലും സൗജന്യമായിട്ട് നമുക്ക് സിബിൽ സ്കോറും റിപ്പോർട്ടും കിട്ടും. സോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും തന്നെ എടുക്കുവാനായിട്ട് സാധിക്കും. സോ എങ്ങനെ അത് പ്ലാൻ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സിബിൽ ബ്യൂറോയുടെ സ്കോറും അതുപോലെ തന്നെ റിപ്പോർട്ടുമാണ്. കാരണം വൈഡായിട്ട് ആളുകൾക്ക് അറിയുന്നത് ഈ ഒരു ബ്യൂറോ തന്നെയാണ്. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും വൈഡായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഒരു ബ്യൂറോനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നതും സിബിലിലാണ്. അതുകൊണ്ടാണ് സിബിൽ സ്കോറും റിപ്പോർട്ടും ഈ ഒരു വീഡിയോയുടെ പ്രധാന ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. സിബിലിനെ കൂടാതെ നമുക്ക് ഇന്ത്യയിൽ മറ്റ് 3 ബ്യൂറോകൾ കൂടി അവൈലബിൾ ആണ്. ഹൈമാർക്ക്, എക്സ്പീരിയൻ, അതുപോലെ നിക്ഫാക്സ്. ഈ 3 ബ്യൂറോകൾക്കും സിബിലിൻ്റെ പോലെ തന്നെ പെയ്ഡ് പ്ലാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി സിബിലിൻ്റെ ഒരു പെയ്ഡ് പ്ലാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തേത് 118 രൂപയുടെ ഒരു സിംഗിൾ പർച്ചേസ് പ്ലാൻ ആണ്. സ്റ്റാർട്ടർ പ്ലാൻ എന്ന് പറയും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ കിട്ടുകയില്ല, നമുക്ക് റിപ്പോർട്ടായിരിക്കും, നമ്മുടെ സിബിൽ റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ വരുന്ന മറ്റ് 3 പ്ലാനുകൾ, ഒന്ന് ബേസിക് എന്ന് പറയുന്ന പ്ലാനാണ്. ഒരു മാസത്തേക്ക് 550 രൂപയാണ് വരുന്നത്. ആ ഒരു പ്ലാനിൽ നമുക്ക് സിബിൽ അലർട്ട് കിട്ടുകയില്ല. സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് കിട്ടും, സ്കോർ സിമുലേറ്റർ ഓപ്ഷൻ കിട്ടും, സ്കോർ ഹിസ്റ്ററി കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ കിട്ടും. നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു പ്ലാനാണ്. അത് 6 മാസത്തേക്കുള്ള പ്ലാനാണ്. 800 രൂപയാണ് ചാർജ് വരുന്നത്. അതിനകത്ത് സിബിൽ അലർട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് മറ്റു പ്ലാനിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അപ്പോൾ സിബിൽ അലർട്ട് ഉണ്ട്, സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് ഉണ്ട്, സ്കോർ സിമുലേറ്റർ ഉണ്ട്, സ്കോർ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ വേറൊരു സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്, പിന്നെ സിബിൽ സാക്ഷാം എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടിയുണ്ട്. പിന്നെ ഇവരുടെ ടോപ്പ് പ്ലാൻ എന്ന് പറയുന്നത് പ്രീമിയം എന്ന് പറഞ്ഞൊരു പ്ലാനാണ്. 1200 രൂപയാണ് വരുന്നത്. ഒരു വർഷത്തേക്കുള്ള പ്ലാനാണ്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും കിട്ടും. സിബിൽ അലർട്ട്, സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട്, സ്കോർ സിമുലേറ്റർ, സ്കോർ ഹിസ്റ്ററി, വേർ യു സ്റ്റാൻഡ്, സിബിൽ സാക്ഷ്യം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും കിട്ടും. സോ സ്റ്റാൻഡേർഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസം വീതം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് നൽകേണ്ടി വരുന്നത് 1600 രൂപയാണ്. അതേസമയം പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1200 രൂപ കൊടുത്താൽ മതിയാകും. സോ ഇതാണ് സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ്, ഒന്നാമത്തേത് നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് സ്കോറും റിപ്പോർട്ടും കിട്ടുന്ന പ്ലാറ്റ്ഫോംസിൽ നമുക്ക് മന്ത്ലി ഒരു തവണയാണ് ഫ്രീ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം പെയ്ഡ് പ്ലാൻ ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും റിഫ്രഷ് അവൈലബിൾ ആണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും. ഫ്രീ ആയിട്ട് സ്കോറും റിപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്നതിനേക്കാൾ അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തന്നെ നമുക്ക് പെയ്ഡ് പ്ലാനിൽ കിട്ടും. പിന്നെ വരുന്ന അലർട്ടാണ്. നമ്മളുടെ സ്കോറിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് അലർട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മളുടെ ഡാറ്റ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അലർട്ട് നമുക്ക് കിട്ടും. പിന്നെ അനലൈസ് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മളുടെ സ്കോറും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മൾ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ കൂടുമോ കുറയോ അങ്ങനെയുള്ള അനലൈസിങ് ടൂൾസ് അവൈലബിൾ ആണ്. പിന്നെ മോണിറ്ററിംഗ് ഫീച്ചറും അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനി ഫീച്ചറുകൾ എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ട്, അതായത് സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എല്ലാവരും എടുക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരം നോ എന്നാണ്. ഇനി ആർക്കാണ് സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ ആവശ്യമായിട്ട് വരുന്നത്? ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അടുത്തായിട്ട് ഒരു വലിയ ഹോം ലോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്കോറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് റിജക്റ്റ് ആയി എന്ന് വരാം. സോ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആണ്. സോ നമുക്ക് ഡെയിലി നമ്മുടെ റിപ്പോർട്ടും സ്കോറും മോണിറ്റർ ചെയ്യാം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്കത് വേഗത്തിൽ മനസ്സിലാക്കാനും റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് പേടിയായിട്ടുള്ളവർ. ഇപ്പോൾ നമ്മൾ എടുക്കാത്ത ലോൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ടിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ
കൂടുതലാണ്. ഈ ഇടയ്ക്ക് എനിക്കും അങ്ങനെ ഒരു പേഴ്സണൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് പേടിയുള്ളവരാണെങ്കിൽ പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നമ്മളെടുക്കാത്ത ലോണും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് വേഗത്തിൽ കണ്ടെത്താനും വേഗത്തിൽ അത് കംപ്ലയിൻറ്റ് കൊടുത്തത് റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ നമുക്ക് ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഫയലിംഗ് കൂടുതൽ എളുപ്പമാണ്. സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് അത് സെയിം തന്നെയാണ്. ഈ ഒരു ഡിസ്പ്യൂട്ട് ഫയലിംഗ് കൂടുതൽ എളുപ്പമാണ്. നമുക്ക് മറ്റു പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്ന ഫ്രീ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഫയലിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മെയിൽ അയക്കണം, അതുപോലെ തന്നെ എല്ലാവർക്കും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം പെയ്ഡ് പ്ലാൻ ആണെങ്കിൽ ജസ്റ്റ് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് അതിനെതിരെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ ഗുണമായിട്ടുള്ള മറ്റൊരു കാറ്റഗറിയാണ് കുറേ അധികം ലോണും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആണ്. ഡെയിലി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും കിട്ടും. സോ നിങ്ങൾ ഇന്നലെ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. ഫ്രീ പ്ലാൻ ആണെങ്കിൽ 30 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റെക്കോർഡും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുകയും നമുക്കത് ലഭിക്കുകയും ചെയ്യും. സോ ഈ രീതിയിൽ കൂടുതലായിട്ട് ലോണും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ്, അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ അവർക്കത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ആർക്കാണ് ഈ ഒരു പെയ്ഡ് പ്ലാൻ വേണ്ടാത്തത്? അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്കോറും റിപ്പോർട്ടും എടുക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല. റിപ്പോർട്ടിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് റെഗുലറായിട്ടൊന്ന് മോണിറ്റർ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ പ്ലാൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഉടനെ ഹോം ലോൺ അങ്ങനെയുള്ള വലിയ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ യാതൊരുവിധ പ്ലാനും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആളുകളാണെങ്കിൽ ഈ ഒരു ഫ്രീ പ്ലാൻ തന്നെ മതിയാകും, പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടതായിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും സ്കോറും എടുക്കുവാനായിട്ട് സാധിക്കും? നമുക്കറിയാം ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ സിബിൽ സ്കോറും റിപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിൽ ഒരു മാസത്തിൽ ഒരു തവണയായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ നൽകുക. അതായത് ഗൂഗിൾ പേയിൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ സ്കോർ എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം ഈ സെയിം ഡേറ്റിലായിരിക്കും നമുക്ക് വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും എടുക്കുവാനായിട്ട് സാധിക്കുക. പക്ഷേ ഗൂഗിൾ പേയിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ സിബിൽ ബ്യൂറോ എടുത്തു കഴിഞ്ഞാൽ സിബിലിൻ്റെ സ്കോറും റിപ്പോർട്ടും കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ് ആദ്യം ലിസ്റ്റ് ചെയ്യുക. ഗൂഗിൾ പേ ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, അതുപോലെ തന്നെ കിവി ഉണ്ട്, സ്ലൈസ് ഉണ്ട്, ക്രെഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മാസത്തിൽ ഒരു തവണ ഫ്രീ റിപ്പോർട്ടും സ്കോറും എടുക്കുവാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ നിലവിലെ റൂൾ അനുസരിച്ച് മാസത്തിൽ 4 തവണയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ബ്യൂറോനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെഗുലർ മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും നമുക്ക് കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ പല പ്ലാറ്റ്ഫോംസിലും സൗജന്യമായിട്ട് നമ്മുടെ സിബിൽ സ്കോറും റിപ്പോർട്ടും എടുക്കാനുള്ള ഓപ്ഷൻ ലഭ്യമായതിനാൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലേറ്റസ്റ്റ് സ്കോറും റിപ്പോർട്ടും തന്നെ എടുക്കുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ ആഴ്ച ഗൂഗിൾ പേ എടുക്കുക. അപ്പോൾ ഗൂഗിൾ പേയിൽ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മന്ത് ആ ദിവസം തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഗൂഗിൾ പേയിൽ വീണ്ടും ലഭിക്കും. അപ്പോൾ ആദ്യത്തെ ആഴ്ച ഗൂഗിൾ പേ ഉപയോഗിക്കുക, രണ്ടാമത്തെ ആഴ്ച കിവി ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ലൈസ് ഉപയോഗിക്കുക, മൂന്നാമത്തെ ആഴ്ച ക്രെഡ് ഉപയോഗിക്കുക, നാലാമത്തെ ആഴ്ച ആമസോൺ പേ ഉപയോഗിക്കുക. ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിബിൽ സ്കോറും റിപ്പോർട്ടും തന്നെ സൗജന്യമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചാർജ് കുറഞ്ഞൊരു ഓപ്ഷൻ പൈസ ബസാറിൻ്റെ ഒരു ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറഞ്ഞൊരു പ്ലാനും ഉണ്ട്. 400 രൂപയിൽ താഴെ എന്തോ ആണ് ചാർജ് വരുന്നത്, 399 രൂപ എന്തോ. അതാകുമ്പോൾ നമുക്ക് വീക്കിലി നമുക്ക് നമ്മുടെ സ്കോറും റിപ്പോർട്ടും എടുക്കുവാനായിട്ട് സാധിക്കും. അതും നമുക്ക് 4 ബ്യൂറോയുടെയും ലേറ്റസ്റ്റ് സ്കോറും റിപ്പോർട്ടും നമുക്ക് ലഭിക്കും. സോ വാല്യൂ ഫോർ മണി ഓപ്ഷൻ പൈസ ബസാറിൻ്റെ ഒരു ക്രെഡിറ്റ് ഹെൽത്ത് പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സിബിലിൻ്റെ പെയ്ഡ് പ്ലാൻ ആവശ്യമായിട്ടില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കോറും റിപ്പോർട്ടും തന്നെ ഈ പറഞ്ഞ രീതിയിൽ സൗജന്യമായിട്ട് എടുക്കുവാനും സാധിക്കും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പൈസ ബസാറിൻ്റെ പെയ്ഡ് പ്ലാൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി